നമസ്കാരം, ഞാനാണ് കുക്കു ടി വി ന്യൂസ് പേപ്പറിന്റെ റൈറ്റർ അമൻ. ഞാൻ ഇപ്പോഴാണ് ഒരു വ്യത്യാസമായ ഗ്രാമത്തിൽ നിന്ന് വന്നത്. അവിടെ പോലീസുകാരൊക്കെ ജയിലിലാണ് ഉള്ളത്. പിന്നെ കള്ളന്മാരൊക്കെ ഗ്രാമത്തെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു. ഈ ന്യൂസിനെ പറ്റി ഞാൻ കുക്കു ടി വി ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ കുക്കു ടി വിയിൽ പോയിട്ടും ചെക്ക് ചെയ്യാം. ഹെഡ്ലൈൻ: തലതിരിച്ച് നിൽക്കുന്ന ജയില്. ഇപ്പോൾ ഞാനൊരു പുതിയ കഥയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തലസിനി എന്ന ഗ്രാമത്തിൽ പോയിട്ട് നേഹനെ കാണാൻ പോവുകയാണ്. അവര് ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയിട്ടുണ്ട്, അതും അവരുടെ ബുദ്ധിശാലിയായ പുസ്തകം കൊണ്ട്. അവരെടുത്ത് മനസ്സൊരുക്കുന്ന ഒരു കഥ പോലെ തന്നെ ഉണ്ട്. അതും എനിക്ക് ന്യൂസ് പേപ്പറിൽ ഇടാനും പറ്റും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഇടം നേഹ മാഡത്തിന്റെ ഓഫീസിലേക്കാണ്. അമൻ സർ, തിരസ്മി ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എഴുതുന്ന ന്യൂസ് ഞാൻ ദിവസവും വായിക്കാറുണ്ട്. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ നിങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലുള്ള പുസ്തകം എഴുതാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഉത്സാഹപ്പെടുത്തിയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയൂ മാഡം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എന്റെ വീട് വിട്ട് ഓടി. അതായത് ഒരുപാട് കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓടുമല്ലോ, അതുപോലെ ഞാൻ ട്രെയിന് പിടിക്കാൻ വേണ്ടി സ്റ്റേഷനെ നോക്കി നടന്നു ചെന്നു. അപ്പോഴാണ് ഞാനൊരു മുത്തച്ഛനെ കണ്ടത്. അദ്ദേഹം വഴിയിലിരുന്നു കൊണ്ട് കല്ലുകൾ വെച്ച് തീ കൂട്ടുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാത്തതുപോലെ ചെന്നു. അപ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. വീട് വിട്ടിട്ട് നീ എങ്ങോട്ടാ പോകുന്നത്? അത് ശരി, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ വീട് വിട്ട് ഓടിപ്പോവുകയാണെന്ന്? വാ, ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണ്. പറയൂ, എന്തിനാണ് നീ വീട് വിട്ട് ഓടി വന്നത്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ അച്ഛൻ എനിക്ക് പുതിയ സൈക്കിൾ വാങ്ങി തന്നില്ല, അതുകൊണ്ടാ ഓടി വന്നത്. ഞാൻ അദ്ദേഹത്തോട് എത്ര വട്ടം ചോദിച്ചെന്നറിയാമോ എനിക്ക് പുതിയ സൈക്കിൾ വേണമെന്ന്? പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടതേ ഇല്ല. വരുമോളെ, ഞാൻ നിനക്ക് എൻ്റെ കഥ പറഞ്ഞു തന്നേക്കാം. ഓ, അങ്ങനെ വെച്ചാൽ ഈ കഥ ആ മനുഷ്യൻ്റെയാണോ? അതെ, അദ്ദേഹത്തിന്റെ പേര് ദർപ്പനാണ്. അദ്ദേഹത്തിന്റെ കഥ എന്നെ മുഴുവനായി മാറ്റി. അതിനുശേഷം അദ്ദേഹം തന്റെ കഥ പറയാൻ തുടങ്ങി. ഇത് 1955 നടന്നത്. അപ്പോഴെൻ്റെ ഭാര്യ സുമൻ പിന്നെ എൻ്റെ മകൾ സുക്കുനോട് ജീവിക്കുകയായിരുന്നു. ആ കാലത്തിലെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും അടുപ്പിലാണ് എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രാമത്തിൽ ആർക്കും തീപ്പെട്ടിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഗ്രാമത്തിലെല്ലാവരും അവർ കല്ല് വെച്ച് കത്തിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ സന്തോഷപ്പെട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടം തന്നെയാണ്. ഞാൻ പണക്കാരനാവണമെന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ കുറേ കാലമായിട്ട് വീട്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അത് എപ്പോഴും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഇന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇതുവരെ സുക്കുവിനോടൊപ്പം ഇരുന്നിട്ടേയില്ല. സുമൻ, നീ അവൻ്റെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഇന്നാണ് ഒരു പുതിയ കണ്ടുപിടിപ്പ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലെ അടുപ്പ് പത്ത് വയ്ക്കുന്നത് വളരെ എളുപ്പം തന്നെയാവും. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വ്യാപാരം തുടങ്ങാൻ പറ്റും. ഞാൻ എപ്പോഴും ദിവസം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരു ദിവസമെങ്കിലും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഇരിക്കണ്ടേ? സുമൻ, ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രമാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ നഗരത്തിലേക്ക് പോയിരുന്നു. അവിടെയാണ് ഈ തീപ്പെട്ടി അവർ കണ്ടുപിടിച്ചത്. തീപ്പെട്ടി കുച്ചി ഏത് മരത്തുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ, പിന്നെ അതിൽ കലക്കുന്ന ആ മരുന്നും അതെല്ലാം ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ കിട്ടി. പിന്നെന്താ, ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു. പിന്നെ ആ തീക്കുച്ചി ഞാൻ ഉണ്ടാക്കാനും തുടങ്ങി. ദിവസവും ഞാൻ ആ തീപ്പെട്ടി ഉണ്ടാക്കാനും തുടങ്ങി. കുറച്ചായിട്ട് എൻ്റെ വ്യാപാരം വളരെ വലുതാവാനും തുടങ്ങി. കുറേ പണവും ഞാൻ ഉണ്ടാക്കി. ഞാൻ വീട്ടിലേക്ക് കുറവായിട്ടാണ് പോയത്, പക്ഷേ അവരെ വളരെ ശ്രദ്ധയോടെ ഞാൻ നോക്കി. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ഒരു വലിയ ബൊമ്മ എടുത്ത് ഞാൻ കൊടുത്തു. ഞാൻ നിനക്ക് വേണ്ടി ഈ വലിയൊരു ബൊമ്മ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അയ്യോ അച്ഛാ, ഈ പാവ കാണാൻ എത്ര വലുതാണച്ചാ. നിനക്ക് ഈ ബൊമ്മ ഇഷ്ടായിട്ടുണ്ടോ സുക്കു? ഒരുപാട് ഇഷ്ടമായി അച്ഛാ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങളും എന്നോടൊപ്പം കളിക്കാൻ വരൂ. ഇപ്പൊ വേണ്ട മോളെ, ഇന്ന് ഞാൻ ഫാക്ടറി പോകുന്നത് വളരെ മുഖ്യമാണ്. ഞാൻ നിന്റെ അടുത്ത് പിന്നെ ഒന്ന് കളിച്ചോളാം. ഞാൻ ഫാക്ടറിയിൽ പോകുന്ന കാര്യം അറിഞ്ഞപ്പോ തന്നെ സുമൻ അപ്പോഴപ്പോഴെന്നോട് ദേഷ്യപ്പെടും. നിങ്ങൾ വന്നിട്ട് 2 മണിക്കൂർ പോലും ആയില്ല, അതിനകത്ത് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. സുമൻ, എന്നോട് നീ ക്ഷമിക്കണം. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പോയേ പറ്റുള്ളൂ. ഇന്ന് നഗരത്തിൽ ഒരു പുതിയ തീപ്പെട്ടി ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഈ വ്യാപാരം നമ്മുടെ നഗരത്തിൽ മാത്രം ഉണ്ടാവാൻ പോകുന്നതല്ല, ഇനി ഇത് നഗരത്തിലും വിൽക്കാൻ പോവുകയാണ്. എനിക്കതിനെ കുറിച്ച് ഒരു വിഷമവുമില്ല. നിങ്ങൾ ഈ വീട്ടിലേക്ക് വരാറില്ല. ഒരുപക്ഷെ വന്നാലും കുറച്ചു സമയം നിൽക്കും, അതിനുശേഷം തിരിച്ചു പോകും. ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുമൻ. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോയി. പിന്നെ നഗരത്തിൽ ഒരു വലിയ തീപ്പെട്ടി ഫാക്ടറി ഉണ്ടാക്കി.
ഞാൻ സുക്കുവിനെ ഒരു നല്ല സ്കൂളിലും ചേർത്ത് വിട്ടു. സുമന്റെ പേരിൽ ഒരു വലിയ ബംഗ്ലാവും ഞാൻ വാങ്ങിച്ചു. തുടക്കത്തിൽ ഞാൻ കുറേ ദിവസങ്ങൾ വീട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പോയിട്ട് പല മാസങ്ങളായി. സുമൻ എനിക്ക് ഒരു പ്രാവശ്യം ലെറ്ററും അയച്ചിരുന്നു. ഒരുപാട് മാസങ്ങളായി നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. വേഗം വീട്ടിലേക്ക് വരൂ. സുക്കു എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അവൾക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖം പിടിക്കുന്നുണ്ട്. ഞാൻ ഈ ലെറ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാക്ടറീസിലുണ്ടായിരുന്ന വർക്കേഴ്സ് എനിക്ക് കുരൽ തന്നത്. സാർ, നിങ്ങൾ കാണാൻ വേണ്ടി ചില പേര് വന്നിട്ടുണ്ട്. ഇതാ വരാം. എന്നെ കാണാൻ വേണ്ടി ചില വ്യാപാരികൾ എൻ്റെ ഫാക്ടറിയിൽ വന്നിരുന്നു. ആ കാര്യം കൊണ്ട് ആ ലെറ്ററിനുള്ള റിപ്ലൈ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വർക്കർ അവൻ ആ ലെറ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ, മുതലാളി, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ പറയാറുള്ളൂ, വെച്ചേക്ക്, ഞാൻ പിന്നെ പഠിച്ചോളാം. പിന്നെ ആ ലെറ്ററും ഞാൻ പഠിക്കാനും മറന്നുപോയി. എൻ്റെ മകൾ സുക്കു വല്ലാതെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ആ കാരണം കൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ ചേർക്കാനുള്ള സ്ഥിതിയും വന്നു. എൻ്റെ ഭാര്യ സുമനും ലെറ്റർ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒന്നിനും ഞാൻ മറുപടി കൊടുക്കാതെയായിരുന്നു. ഹോസ്പിറ്റലിൽ സുക്കു ഒറ്റൊരു കാര്യം മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മേ, അച്ഛൻ എവിടെയാ? അച്ഛൻ പെട്ടെന്ന് വന്ന് നിന്നെ നോക്കും മോളെ. അമ്മേ, അച്ഛന് എന്നോട് ഒട്ടും സ്നേഹമില്ലേ അമ്മേ? അങ്ങനെ പറയല്ലേ മോളെ. അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അധികം അദ്ദേഹത്തിന്റെ ജോലിയിൽ അല്പം ബിസിയാണ്. എന്ന് വെച്ചാൽ അച്ഛന് എന്നെക്കാളും അദ്ദേഹത്തിന്റെ ജോലിയാണോ അമ്മേ മുഖ്യം? ഇല്ല എന്റെ പൊന്നുമോളെ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നോക്കിയപ്പോൾ വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള വീട്ടിൽ മൂലമായിട്ട് അറിഞ്ഞത് എൻ്റെ മകൾ സുക്കുവിനെ ഹോസ്പിറ്റലിൽ അവർ ചേർത്തിട്ടുണ്ടെന്ന്. ഞാൻ ഓടിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കി. അപ്പോഴെൻ്റെ ഭാര്യ ഹോസ്പിറ്റലിന് മുമ്പിലായിരുന്നു നിന്നത്. അവൾ ഗുളിക വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കി. പിന്നെ അവൾ എന്നെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തിൽ കോപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തിനാ വന്നത്? സുക്കുവിന്റെ അവസ്ഥ എത്ര മോശമായെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര കത്ത് ഞാൻ എഴുതിയതാ, ഒരു കത്തിന് പോലും നിങ്ങൾ മറുപടി അയച്ചില്ല. അവൾക്ക് ഒട്ടും സുഖമില്ല. പക്ഷെ ഇന്ന് വരെ അവൾ എനിക്കൊരു പാവ വേണമെന്ന് പോലും ചോദിച്ചില്ല. എന്റെ അസുഖം മാറുമോന്നും ചോദിച്ചില്ല. നിങ്ങൾ എപ്പോൾ വരുമെന്ന് അവൾ എപ്പോഴും ചോദിക്കുന്നേ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആണ് ഏറ്റവും വലുത്. നേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഒട്ടും തന്നെ സ്നേഹമില്ല. അങ്ങനെയൊന്നും ഇല്ല സുമൻ, ഇതെല്ലാം ഞാൻ തന്നെ. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ദയവ് ചെയ്തു പറയരുത്. ഞങ്ങൾക്ക് ഈ ബംഗ്ലാവോ ഈ തുണികളോ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത്. സുമൻ ഈ കാര്യം പറഞ്ഞ ശേഷമാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഏത് മനുഷ്യൻ അവൻ്റെ കുടുംബത്തോടെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടോ അവനാണ് ലോകത്തിലെ പണക്കാരനായ മനുഷ്യൻ. ഞാൻ എൻ്റെ മകളെ കാണാൻ പോയിരുന്നു. അച്ഛാ, നിങ്ങൾ എത്തിയോ അച്ഛാ? മോളെ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ കാണാനേ പറ്റിയില്ല. ഇനി നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ അല്ലേ അച്ഛാ? ഇല്ല മകളെ, അച്ഛൻ ഇനി നിന്നെ വിട്ടിട്ട് പോവുകയില്ല. അപ്പോഴെന്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് കാശ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ദിവസം എല്ലാം മനസ്സിലായി, ഈ പണം, ഈ വീട് എല്ലാം വെറുതെയാണ്. അതുകൊണ്ട് സന്തോഷം തന്നെ ഇല്ല. നിങ്ങളുടെ കൂടെയുള്ളവരുടെ സന്തോഷമാണ് വളരെ മുഖ്യമായിട്ടുള്ളത്. അതിലുമാണ് നിങ്ങളുടെ സന്തോഷവും അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇന്ന് ആ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ മകൾക്ക് എന്താണ് പറ്റിയത്? പിന്നെ നിങ്ങളുടെ വ്യാപാരം എന്തായി? എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവളുടെ ശരീരം കുറച്ചായിട്ട് ശരിയാവാൻ തുടങ്ങി. അവൾ പൂർണ്ണമായിട്ട് ഗുണവും അടഞ്ഞു. പക്ഷേ ആ നേരത്തിൽ എൻ്റെ വ്യാപാരം, അതായത് എന്നാണ് എൻ്റെ മകളുടെ ശരീരം ശരിയില്ലെന്ന് എനിക്ക് തോന്നിയോ, എന്നെ കൊണ്ട് അവളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വല്ലാതെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ആ ദേഷ്യം കൊണ്ട് എൻ്റെ ആ തീപ്പെട്ടി ഫാക്ടറി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു. പിന്നെ തെരസ്മി എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ തീപ്പെട്ടി കടയും ഞാൻ തുറന്നു. പിന്നെ ഞാൻ പണത്തിലേക്ക് പുറകിലേക്ക് ഓടുന്ന കാര്യം തന്നെ ഞാൻ വിട്ടുകളഞ്ഞു. നിങ്ങൾ പറയുന്നത് നേരാണ്. പോ മകളെ, നിന്റെ ട്രെയിന് വന്നിട്ടുണ്ട്, നീ പോകണ്ടേ? ഇല്ല, ഞാൻ എന്റെ കുടുംബത്തെ വിട്ട് ഒരിക്കലും പോകില്ല. ഞാൻ പറയുന്നത് ഓർമ്മിച്ചോളൂ മകളെ. നമ്മുടെ കുടുംബവും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കടമയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു കാരണമുണ്ടാവാൻ പാടില്ല. പക്ഷേ അവസാനം നിനക്കത് മനസ്സിലാവും. നിന്റെ കൂടെ എപ്പോഴും ഉള്ളതാണ് നിന്റെ ശരിക്കുള്ള സ്വത്ത്, നിനക്ക് സ്വന്തമാവുന്നതും. ഇത് ശരിക്കും നല്ലൊരു കഥ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഞാൻ ശരിക്കും ഈ കഥ കുക്കു TV ന്യൂസ് പേപ്പറിൽ എഴുതാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം പറയണം നേഹ മാഡം, നിങ്ങൾ അവരെ വീണ്ടും കണ്ടിട്ടില്ലേ? ഞാൻ
ശേഷം വീട്ടിലേക്ക് പോയി. ഞാൻ പിന്നീട് എന്ത് കരുതിയെന്നാൽ ദർപ്പൺ സാറിനെ വീണ്ടും ഒരു വട്ടം നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം അവിടെ നിന്നും മാഞ്ഞുപോയി. ആ 2 കല്ല് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദർപ്പൺ സാറിനെ അവിടെ എവിടെയും കാണാനില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് വളരെ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നേഹ മാഡം, ഇത്രയും സ്നേഹം നിറഞ്ഞുള്ള കഥ പറഞ്ഞതിന് നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ശരി, ഞാനിപ്പോൾ പുറപ്പെടുകയാണ്. ഞാൻ കുക്കു TV ന്യൂസ് പേപ്പറിന് വേണ്ടി ഇന്നൊരു കഥയും എഴുതണമല്ലോ.